لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരിൽ ഉൾപ്പെടും വിധം ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഒരു അങ്ങാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ചന്തയിലേക്ക്, ഒരു മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നു. അതിലൂടെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ നമുക്ക് ആകർഷണീയം എന്ന് തോന്നുന്ന ഒരു വിഭവം അവിടെ വിൽക്കാനായി വെച്ചിരിക്കുന്നു. കണ്ട മാത്രയിൽ തന്നെ നമുക്ക് അതിനോട് വല്ലാത്ത ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ തോന്നുകയും ചെയ്തു. വർദ്ധിതമായ ആഗ്രഹത്തോടു കൂടി നമ്മൾ അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇടത്തേക്ക് നടന്ന് അതിലേക്ക് അടുക്കുമ്പോഴാണ് നാം ആ കാഴ്ച കാണുന്നത്. ആ വിശിഷ്ട വിഭവം വിൽക്കാൻ വെച്ചിരിക്കുന്ന, വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരനെ നമ്മൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അയാൾ കുളിച്ചിട്ട് നാളുകളേറെയായി. ഒരേ വസ്ത്രം തന്നെ ഒരുപാട് നാളായി ആവർത്തിച്ച് ധരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വസ്ത്രമെല്ലാം
മുഷിഞ്ഞ് കണ്ടാൽ അറപ്പ് തോന്നും വിധത്തിലാണ് വസ്ത്രമൊക്കെ ഉള്ളത്. മാത്രമല്ല ഈ വിഭവം എടുത്തു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കൈകളിലാകട്ടെ ധാരാളം മുറിവുകളാലുള്ള വ്രണങ്ങളുണ്ട്. ആ വ്രണങ്ങളെല്ലാം പഴുത്ത് അതിലൂടെ ചലവും രക്തവും ചേർന്ന് ഒലിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ ആഗ്രഹത്തോടു കൂടി ആ വിഭവം വാങ്ങാൻ ചെന്ന നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു വേള നമ്മൾ അതിൽ നിന്ന് ഒരടി പിന്നോട്ട് നിൽക്കും. ഇനി അത് വാങ്ങണോ? വാങ്ങിയാൽ തന്നെ എങ്ങനെയാണ് എനിക്കത് ഭക്ഷിക്കാൻ കഴിയുക എന്ന ചിന്ത കൊണ്ട് നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കുകയും ചെയ്യും. ഉറപ്പായും ഒന്ന് പിന്നോട്ട് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെയൊരു സാഹചര്യം, ഒരു പശ്ചാത്തലം വിവരിച്ചത് രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിലൊന്നാമത്തത്, പ്രത്യക്ഷത്തിൽ ഇങ്ങനെയൊരു പശ്ചാത്തലം വിശദീകരിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. വളരെ പവിത്രമായ വിശിഷ്ടമായ ഒരു വിശ്വാസം, ഒരു ആദർശം, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ പ്രബോധകർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പ്രസംഗിക്കുന്നവർ എന്നല്ല അതിൻ്റെ ഉദ്ദേശം. പ്രബോധനവും പ്രസംഗവും രണ്ടാണ് എന്ന് തന്നെ തിരിച്ചറിയണം. അപ്പോൾ ഈ ദഅവത്ത് ഏറ്റെടുത്ത നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന വ്യക്തിശുദ്ധി എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സംഭവം വിശദീകരിച്ചത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ആ പ്രവാചകൻ്റെ ഇടപെടലുകളും പ്രവാചകൻ്റെ വ്യക്തിശുദ്ധിയും ഒക്കെ പ്രസക്തമാകുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വിശദീകരിക്കും. രണ്ടാമത്, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ വിധത്തിൽ നിന്ദിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത്, ഇസ്ലാം എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനോ വിമർശിക്കാനോ സാധിക്കാത്ത ആളുകൾ അത് പ്രബോധനം ചെയ്യാൻ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കാനും വിമർശിക്കാനും ആ പ്രവാചകനെ വളരെ മോശമായി ജനങ്ങൾക്ക് മുന്നിൽ ഒരു ചിത്രീകരണം നടത്തുകയും അതുവഴി ഈ ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾക്കെങ്കിലും ഒന്ന് രണ്ടാമത് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പിന്നോട്ട് നിൽക്കാൻ കാരണമാകും എന്നതുകൊണ്ടാണ്. നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന വിശിഷ്ടമായ ആ വിഭവവും വിശിഷ്ടമാണ്. അതുപോലെ തന്നെ വിശിഷ്ടമാണ് ആ വിഭവം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ രണ്ടിനെയും ഏത് രൂപത്തിൽ ഇതിനെ മറികടക്കും എന്ന ഒരു ചിന്ത വലിയ തോതിൽ ആളുകൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തുക എന്ന തന്ത്രമാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, നമ്മളെക്കാൾ നമ്മൾ ഇഷ്ടപ്പെടേണ്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ആ തിരുദൂതരെ ആരെങ്കിലും വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ, പരിഹസിക്കുന്നത് കേൾക്കുമ്പോൾ, നിന്ദിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ വല്ലാത്ത ഒരു വേദനയും അമർഷവും ഒക്കെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവും.
എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ എവിടെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെയും വിമർശിക്കുവാൻ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ, അതിന് വിപരീതമായ ഫലമാണ് ചരിത്രത്തിൽ അവർക്ക് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സെപ്റ്റംബർ 11 എന്ന സംഭവത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും ഒക്കെ അതിലേക്ക് ചേർത്ത് വിമർശിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തീവ്രവാദിയാണ് എന്ന നിലക്ക് കാർട്ടൂണുകൾ പ്രചരിപ്പിച്ച് പ്രവാചകനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ചരിത്രം പറയുന്നത് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏത് എന്ന് പഠനങ്ങൾ നടത്തിയപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷവും, സെപ്റ്റംബർ 11 സംഭവത്തിന് ശേഷവും പ്രവാചകന് എതിരെയുള്ള കാർട്ടൂണുകൾ പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷവും ഏറ്റവും വേഗത്തിൽ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏത് എന്ന പഠനത്തിന് ഉത്തരം ഇസ്ലാമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ വചനം, വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ വേദനയുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അത് പ്രവാചകനെ വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയായേക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നത് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് വഹുവ ഖൈറുൻ ലക്കും, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് നന്മയായി ഭവിച്ചേക്കാം. പ്രവാചക വിമർശനങ്ങളെല്ലാം പിന്നീട് എന്തുകൊണ്ട് പ്രവാചകനെ ആളുകൾ ഇങ്ങനെ വിമർശിക്കുന്നു എന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നതാണ് എന്ന ചിന്തയിലേക്ക് പിന്നീട് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ ലോകത്ത് മാറിയത്. എന്നിട്ട് അതിനോടൊപ്പം ചേർത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. ഇനി നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്നത്, പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ നാട്ടിൽ നടക്കുന്ന ചില ആഘോഷ പരിപാടികളും ഘോഷയാത്രകളും ഒക്കെ നിങ്ങൾക്ക് അതിർപ്പം തോന്നുന്നുണ്ട് എങ്കിൽ ഫഹുവ ശർറുൻ ലക്കും, വരും ഭാവിയിൽ അത് നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും, അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും. പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ തുടങ്ങിയത് പ്രവാചകനെ റബ്ബിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന തലങ്ങളിലേക്ക് വരെ പ്രവാചകൻ്റെ മദ്ഹുകൾ മാറിപ്പോയിട്ടുണ്ട് എന്ന് അതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള നമുക്കറിയാം, അത് വിശദീകരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു തിന്മയായി വരാനും അതിന് സാധ്യതയുണ്ട്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമുൻ, അള്ളാഹുവാണ് ഇതെല്ലാം അറിയുന്നവൻ, നിങ്ങൾക്ക് അത് കൃത്യമായി അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെ ചരിത്രത്തോട് കൃത്യമായ സത്യസന്ധമായ ഒരു സമീപനം നമ്മൾ പാലിക്കുകയാണ് എങ്കിൽ ഇത് കൃത്യമായും യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. യഥാർത്ഥത്തിൽ പ്രവാചക നിന്ദയുടെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രമുണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ. അത് നമ്മൾ കൃത്യമായി വായിക്കേണ്ടുന്നതാണ്. വിശ്വാസികൾ എന്ന നിലക്ക് എവിടെ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രവാചക നിന്ന, പ്രവാചക വിമർശനം ആരംഭിച്ചത് എന്നും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. എന്നാൽ ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇതിൻ്റെ നാൾ വഴികൾ വന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബൂവത്തിന് ശേഷം മക്കയിൽ രഹസ്യമായ പ്രബോധനം ആരംഭിക്കുന്നു. ആ രഹസ്യ പ്രബോധനത്തിന് ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടി പരസ്യ പ്രബോധനവും തുടങ്ങും. പരസ്യ പ്രബോധനം തുടങ്ങി പല ആളുകളും കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിലായി. അവരെ പ്രയാസത്തിലാക്കിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിശ്വാസത്തിലേക്ക് മക്കയിലുള്ള ആളുകൾ ഇങ്ങനെ ക്രമേണ വന്നുകൂടി വിശ്വാസികളുടെ എണ്ണപ്പെരുക്കം മക്കയിൽ ഉണ്ടാക്കിയേക്കാവുന്ന സാമൂഹികമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ഒന്നാമത്തെ പ്രശ്നമെങ്കിൽ, രണ്ടാമത്തേത് ഹജ്ജിൻ്റെ സീസൺ ആയിരിക്കുന്നു. ജസീറത്തുൽ അറബിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് എത്തും. അവർ കഅബയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മുഹമ്മദിനെ അവർ കേൾക്കും, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ അനുയായികളെ അവർ കേൾക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ആകൃഷ്ടരാവുകയും അതും വഹിച്ചുകൊണ്ട് അവർ അവരുടെ നാടുകളിലേക്ക് പോയി ഇത് ഈ മക്ക വിട്ട്
മറ്റു പല സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിക്കും എന്ന വലിയ ഒരു ആശങ്ക അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ തടയിടാം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ദാറുൻ നദ്വയിൽ അവർ യോഗം വിളിച്ചു ചേർത്തു. വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന മനുഷ്യനാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്നത് അന്നത്തെ മുശ്രിക്കുകളിൽ പ്രൗഢമായി സംസാരിക്കാൻ കഴിയുന്ന ആളും അവർക്കിടയിൽ അൽ അദിൽ നീതിമാൻ എന്ന് അറിയപ്പെടുകയും ഹാക്കിം എന്ന് അവർ വിശേഷിപ്പിക്കുകയും അഥവാ അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്ന ആൾ എന്ന് അവർ വിളിക്കുകയും ഒക്കെ ചെയ്ത മക്കയിൽ വലിയ സ്ഥാനമുള്ള ആളെയാണ്, വലീദ് ബിൻ മുഗീറയെയാണ് ആ യോഗത്തിന് നേതൃത്വം നൽകുന്നത്. വലീദിനെ സംബന്ധിച്ചിടത്തോളം വലീദ് ബിൻ മുഗീറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നന്നായി അറിയാം. പ്രവാചകനെ കുറിച്ച് അറിയാമെന്നുള്ളതിലുപരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അതിനേക്കാൾ നന്നായി അറിയാം വലീദിന്. കാരണം വലീദ് ബിൻ മുഗീറ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറ അൽ ഫുസ്സില പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വലീദ് ബിൻ മുഗീറ പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. പ്രവാചകന്റെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് പ്രവാചകൻ 13-ാമത്തെ വചനം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആയത്ത് ഇങ്ങനെയാണ്: ഫഇൻ അഅറദു ഫഖുൽ അൻദർതുകും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ്. ഫഇൻ അഅറദു, അവർ തിരസ്കരിക്കുകയാണ് എങ്കിൽ, പ്രവാചകരെ അങ്ങ് ഈ ദിവ്യ സന്ദേശം ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കപ്പെട്ടതിന് ശേഷം, അവർക്ക് കൃത്യമായി ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവരെങ്ങാനും ഇത് തിരസ്കരിക്കുകയാണ് എങ്കിൽ, അവർ തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ, ഫഖുൽ, അവരോട് പറഞ്ഞേക്കണം. ഒരു താക്കീത് എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നത് അവരോട് പ്രവാചകരെ അങ്ങ് പറയണം, അൻദർതുക്കും, നിങ്ങൾക്ക് ഇതാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു താക്കീതുണ്ട്. സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ്, ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് പിടിപെട്ടതുപോലെയുള്ള ഒരു ഇടിത്തി നിങ്ങളുടെ മേലും വന്നു ഭവിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ താക്കീതുണ്ട് എന്ന് അവരോട് പറഞ്ഞേക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന, അള്ളാഹു പറയുന്ന ആ വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത് കേൾക്കുന്നത്. ആ സമയത്ത് വലീദ് ബിൻ മുഗീറ വന്നുകൊണ്ട് പ്രവാചകന്റെ വായ പൊത്തിപ്പിടിച്ചു. വായ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബില്ലാഹി വബിർറഹ്മി യസ്കുത്ത്, ബില്ലാഹി, പടച്ചവനെ ഓർത്തിട്ട്, വബിർറഹ്മി, അതും അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധമെങ്കിലും ഓർത്തിട്ട്, യസ്കുത്ത്, ഒന്നും മിണ്ടാതിരിക്കുമോ? കാരണം വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ചിടത്തോളം വലീദ് ബിൻ മുഗീറക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിൻ്റെ ഗൗരവവും ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നും അവർക്ക് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നും കൃത്യമായ ധാരണ വലീദ് ബിൻ മുഗീറക്കുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തിപ്പിടിച്ചിട്ട് വലീദ് ബിൻ മുഗീറ ഈ വർത്തമാനം പറഞ്ഞത്. അങ്ങനെയുള്ള വലീദ് ബിൻ മുഗീറ ആ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വർത്തമാനം, വല്ലാഹി ലഖദ് സമിഅതു മിൻ മുഹമ്മദിൻ ആരിഫൻ കലാമൻ, തീർച്ചയായും മക്കയിലെ മുശ്രിക്കുകളെ നിങ്ങൾ അറിയണം. നേതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വലീദ് പറയുന്നത്, നിങ്ങളൊരു കാര്യം അറിയണം, ഞാൻ മുഹമ്മദ് പാരായണം ചെയ്യുന്ന ചില വചനങ്ങൾ കേട്ടിട്ടുണ്ട്. മാഹുവ മിൻ കലാമിൽ ഇൻസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു മനുഷ്യന്റെ വർത്തമാനമല്ല, ഒരു മനുഷ്യന് പറയാൻ കഴിയുന്ന, ജൽപ്പിച്ചുണ്ടാക്കാൻ കഴിയുന്ന വർത്തമാനമല്ലത്. വലാഹുവ മിൻ കലാമിൽ ജിന്ന്, ജിന്നുകളുടെ വർത്തമാനത്തിൽപ്പെട്ടതുമല്ല അത്. ഇന്ന ലഹു ലഹലാവ വ ഇന്ന അലൈഹി ലതലാവ, തീർച്ചയായും ആ വചനങ്ങൾക്കൊരു മാധുര്യമുണ്ട്, അതിനൊരു ആകർഷണീയതയുണ്ട്. അത് കേൾക്കുന്ന ആളുകൾ ആ വചനത്തിൽ ആകൃഷ്ടരാകാനും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയട്ടെ, വ ഇന്നഹു ലയഗ്ലു വമാ യുഅല അലൈഹി, തീർച്ചയായും ആ വേദം ഉന്നതികളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഒരിക്കലും അതിനെ കവച്ചു വെച്ച് അതിനെ മറികടന്നുകൊണ്ട് ഒന്നിനും വിജയം നേടാൻ കഴിയില്ല എന്ന് വലീദ് ബിൻ മുഗീറ ആ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, എന്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയ ആൾക്കാരാണ് എന്ന് വിചാരിക്കണം നമ്മൾ. അത് കൃത്യമായി ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകന്റെ പ്രബോധനത്തെയും എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ആലോചിക്കാൻ വേണ്ടി കൂടിയ
ആ സദസ്സിലാണ് വലീദ് ബിൻ മുഗീറ അത് എത്രമേൽ ഗൗരവമുള്ള കാര്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് കേട്ട ഉടനെ അബൂജഹൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സ്വബഅൽ വലീദ്, വലീദ് മതഭ്രഷ്ടനായിട്ടുണ്ട്, വലീദ് മതം മാറിപ്പോയിട്ടുണ്ട്. വലൗ സ്വബഅ ലതസ്ബഅന്ന ഖുറൈശ് കുല്ലഹ, വലീദ് എങ്ങാനും മതം വിട്ടുപോയി കഴിഞ്ഞാൽ ഖുറൈശികൾ മുഴുവൻ മതം വിട്ടു പോവുക തന്നെ ചെയ്യും എന്ന് പറയുകയും വലീദിൻ്റെ ആ സമൂഹത്തിലെ സ്ഥാനവും പദവിയും ഒക്കെ പറഞ്ഞ് വലീദിനെ പിന്തിരിപ്പിക്കുന്നതാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അങ്ങനെ വലീദ് അവരോട് ആരാഞ്ഞു തുടങ്ങി, എങ്ങനെയാണ് മുഹമ്മദിനെ പ്രതിരോധിക്കാൻ കഴിയുക, മുഹമ്മദിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ്. അവർ മനസ്സിലാക്കിയത് ആ ആദർശത്തെ, ആ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അതിൻ്റെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ ഒരു കാരണവശാലും നമുക്ക് പ്രതിരോധിക്കുക സാധ്യമല്ല. അത് വലീദ് അവരെ ബോധ്യപ്പെടുത്തി. എന്നാൽ ഇനി എങ്ങനെയാണ് ഇത് കേൾക്കുന്ന ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക? അപ്പോൾ അവരാദ്യം പറഞ്ഞത്, നമുക്ക് മുഹമ്മദിനെ കുറിച്ച് കാഹിനാണ് എന്ന് പറയാം, ജോത്സ്യനാണ് എന്ന് പറയാം. ഒരു ജോത്സ്യൻ പറയുന്ന വർത്തമാനമാണ് മുഹമ്മദ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം എന്ന് പറഞ്ഞപ്പോൾ വലീദ് പറഞ്ഞത്, കാഹിനാണ് എന്ന് പറഞ്ഞാൽ ഈ ജനം വിശ്വസിക്കൂല. കാരണം കാഹിനിൻ്റെ വർത്തമാനം ഇതല്ല, അവരുടെ ശൈലിയും ഇതല്ല. അതുകൊണ്ട് കാഹിനാണ് എന്ന് പറഞ്ഞാൽ വിലപ്പോവില്ല, ഇവരത് വിശ്വസിക്കില്ല. രണ്ടാമത് പറഞ്ഞത്, എന്നാൽ ഷായിറാണ് എന്ന് പറയാം, കവിയാണ് എന്ന് പറയാം. വിശുദ്ധ ഖുർആനിൽ ഇതെല്ലാം ഉണ്ട്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ നടത്തുന്ന ആരോപണങ്ങളിൽ ഇതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഷായിറാണ് എന്ന് പറയാം. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് ഒരു കവിതയുടെ സ്വഭാവം നൽകുന്ന ലഹന് കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഷായിറാണ് എന്ന് പറയാം. അപ്പോഴും പറഞ്ഞു, ഇത് കവിതയല്ല. അറബികൾക്ക് കവിത നന്നായി അറിയാം, അതുകൊണ്ട് കവിതയാണ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. എന്നാൽ മജ്നൂനാണ് എന്ന് പറയാം, ഭ്രാന്തനാണ് എന്ന് പറയാമെന്നാണ്. ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറയുന്നത്? പ്രവാചകനെ കുറിച്ച് പറയാമെന്നാണ്. എന്തേ ഇസ്ലാമിനെ കുറിച്ച് പറയാമെന്ന് പറയാത്തത്? അത് പറയൽ നടക്കൂല എന്ന്, അത് വിലപ്പോവില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിമർശിക്കുകയും പ്രവാചകനെ നിന്ദിക്കുകയും പ്രവാചകൻ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തിട്ട് ഈ ആദർശത്തെ, ഇസ്ലാമിനെ അരിക്കാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചർച്ച തന്നെ നടക്കുന്നത്. അപ്പോൾ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ വരുന്നത് മദീനയിൽ നിന്നുള്ള ആളുകളാണ്, ഹജ്ജിന് വരുന്നത് മദീനയിൽ നിന്നുള്ള ആളുകളാണ്. അവരിൽ പല ആളുകൾക്കും വേദങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ട്. അതിൽപ്പെട്ട പലതും മുഹമ്മദ് ഇങ്ങനെ വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ ഇത് കേവലം ഒരു ഭ്രാന്തൻ്റെ വർത്തമാനമാണ് എന്ന് പറഞ്ഞാൽ അതും വിലപ്പോകില്ല. അപ്പോൾ കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു, എന്നാൽ നമുക്ക് സാഹിറാണ് എന്ന് പറയാം, മാരണക്കാരനാണ് എന്ന് പറയാം. അപ്പോൾ വലീദ് പറഞ്ഞു, അത് കൊള്ളാം. മാരണക്കാരനാണ്, സിഹിർ ബാധിച്ചവനാണ് എന്ന് പറഞ്ഞാലും മാരണം നടത്തുന്നവനാണ് എന്ന് പറഞ്ഞാലും അത് ഒരു പക്ഷേ ബോധ്യമാകും, ആളുകൾക്ക് അത് ബോധ്യമാകും. നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ എവിടെ നിന്നാണ് നബി സാഹിറാണ് എന്ന് പറഞ്ഞു തുടങ്ങിയത് എന്ന്, അല്ലെങ്കിൽ ആരാണത് ആദ്യം പറഞ്ഞത് എന്ന്, അത് ദാറുൻ നദ്വയിൽ നിന്ന് വലീദിൻ്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കുകൾ പറഞ്ഞു തുടങ്ങിയതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സാഹിറാണ് എന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ സിഹിർ ബാധിച്ചവനാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ഒരു സാഹിറിൻ്റെ വർത്തമാനമാണ് ഇത് എന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതായി കാണുവാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രവാചകൻ നിന്ന നടത്തുന്ന, പ്രവാചകനെ ഈ രൂപത്തിൽ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ റബ്ബ് ചോദിച്ചെന്താണെന്നറിയോ? ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. ഇങ്ങനെ പ്രവാചകനെ നിന്ദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ മതിയായവനാണ്, അഥവാ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ വരച്ചു വെക്കുന്നതായി കാണുവാൻ സാധിക്കും. അതിൽ 74-ാം അധ്യായം സൂറത്തുൽ മുദ്ദസിറിലെ 16 മുതലുള്ള ആയത്തുകളിൽ ഈ സംഭവം വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. വലീദ് ബിൻ മുഗീറ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ നാടകവും അദ്ദേഹത്തിന് വരുംകാല ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ചും വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കല്ല ഇന്നഹു കാനലി ആയാത്തിന അനീദ. കല്ല, വേണ്ടട്ടോ. ഇന്നഹു കാനലി ആയാത്തിന അനീദ. തീർച്ചയായും അവൻ, ആര്? വലീദ്. അവൻ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് ധിക്കാരം പ്രവർത്തിച്ചവനാണ്.
അതിനെ ധിക്കരിച്ചവനാണ്. സഉർഹിഖുഹു സഊദ, അവന് ഉന്നതങ്ങളിലേക്ക് കയറുന്നതിൽ ഇടുക്കം നാം വരുത്തുന്നതാണ്. അവന് ചില പ്രയാസങ്ങൾ, കുടുസത അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ്. അവൻ എന്താണ് ചെയ്തത്? ഇന്നഹു ഫക്കറ വഖദ്ദർ, അവൻ നന്നായി ആലോചിക്കുകയും ചിലത് കണക്ക് കൂട്ടുകയും ചെയ്തു എന്നതാണ്. ഫഖുതില കൈഫ ഖദ്ദർ, അവൻ അങ്ങനെ കണക്കാക്കിയതിൻ്റെ കാരണത്താൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. സുമ്മ ഖുതില കൈഫ ഖദ്ദർ, അവൻ എങ്ങനെയാണോ പ്രവാചകന് എതിരെ ചില പ്ലാനിങ്ങുകൾ ഉണ്ടാക്കിയത്, ആ കാരണം കൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ നാശമുണ്ടാകട്ടെ എന്ന്. സുമ്മ നളർ, പിന്നീട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷം അവൻ ആ മുശ്രിക്കുകളെ ഒരു നോട്ടം നോക്കി. സുമ്മ അബസ വബസർ, പിന്നീട് അവൻ്റെ മുഖം ചുളിക്കുകയും മുഖം കോട്ടുകയും ചെയ്തു. സുമ്മ അദ്ബറ വസ്തക്ബർ, പിന്നീട് തിരിഞ്ഞു കളയുകയും അഹങ്കാരം നടിക്കുകയും ചെയ്തിട്ട് അവൻ പറഞ്ഞു ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ. അവിടെ മുതലാണ് ഇത് പറഞ്ഞു തുടങ്ങിയത്. എന്നിട്ടാണ് ആര് പറഞ്ഞത്? വലീദ് പറഞ്ഞത്. ഫഖാൽ, ഇനി നമുക്ക് പറയാം ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ, ഇത് നിങ്ങളെ സ്വാധീനിക്കുന്ന, നിങ്ങൾക്ക് ബാധിക്കാനിരിക്കുന്ന സിഹർ അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഇവർക്കിടയിൽ പ്രചരണം നടത്താം എന്ന ഈ സിഹിറിൻ്റെ തന്ത്രം ആദ്യം മെനഞ്ഞെടുത്തത് വലീദ് ബിൻ മുഗീറൻ. അവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിന് വേണ്ടി അതുവഴി പ്രവാചകൻ കൊണ്ടുവന്ന ഇസ്ലാമിനെ, ഈ ദൈവിക വേദത്തെ അരുക്കാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമഫലമായി ഇത് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇൻഹാദ ഇല്ലാ ഖൗലുൽ ബശർ. പിന്നീട് രണ്ടാമത് പറഞ്ഞത് ഇത് കേവലം ഒരു മനുഷ്യന്റെ വർത്തമാനമാണ് എന്ന് പറയുകയും ചെയ്യാം എന്നുള്ളതാണ്. അവന് സംഭവിക്കാനിരിക്കുന്നത് സഉസ്ലിഹി സഖർ, അവനെ സഖറിലേക്കാണ്, നരകത്തിൻ്റെ പല പേരുകളിൽ അതിൻ്റെ വൈശിഷ്ട്യമനുസരിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതിൻ്റെ പേരുകളിൽ ഒന്ന് സഖർ എന്നാണ്. ആ സക്കറിലേക്കാണ് വലീദിനെ നയിക്കപ്പെടുക. വമാ അദ്റാക മാ സക്കർ, നിങ്ങൾക്കറിയോ സക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്? വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയാണത്. ലാ തുബ്ഖി വലാ തദർ, അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ബാക്കിയാവുകയുമില്ല. വലാ തദർ, ഒന്നിനെയും അത് ഒഴിവാക്കുകയുമില്ല. അതിലേക്ക് ഇടപെട്ടത് സമ്പൂർണമായി ഇല്ലാതാകുന്ന, നശിപ്പിച്ചു കളയുന്ന നരകത്തെക്കുറിച്ചാണ് സക്കർ എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഇതാണ് ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ നടക്കുന്ന വിമർശനങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഇവിടെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു ഇന്നഹു ഫക്കറ വഖദ്ദർ. ഇത് കൃത്യമായി ചിന്തിക്കുകയും കൃത്യമായി പ്ലാനിങ് നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ്റെ നിന്ന് നടക്കുന്നത്. പ്രവാചക നിന്നയും പ്രവാചകനെതിരെയുള്ള ആരോപണങ്ങളും ഒക്കെ നടക്കുന്നത് കൃത്യമായ ചിന്തയുടെയും കണക്കാക്കലുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. വലീദ് അത് ചെയ്തത് വലീദിന് ആ നാട്ടിൽ കിട്ടേണ്ടിയിരുന്ന പദവികളെയും ധനത്തെയും ഒക്കെ മോഹിച്ചുകൊണ്ടാണ്. ഇന്നും അത് തന്നെയാണ്. നമ്മൾ വിചാരിക്കരുത് ഏതെങ്കിലും ഒരു സമയത്ത് ചില ആളുകൾ സോഷ്യൽ മീഡിയകളിൽ വന്നിട്ട് പ്രവാചകനെ ഇങ്ങനെ ബത്സിച്ചു പോകുന്നതാണ് എന്ന്. അല്ല, ഇതിനെക്കുറിച്ച് കൃത്യമായ ചിന്ത നടക്കുന്നുണ്ട്, കൃത്യമായ ആലോചനകൾ നടക്കുകയും പ്ലാനിങ്ങുകൾ നടത്തുകയും ഇത് ആര് പറയണം എന്നുള്ളതിനെക്കുറിച്ച് തന്നെ കൃത്യമായ ആലോചനകൾ നടക്കുന്നുണ്ട്. അവരെ ഹയർ ചെയ്യുന്നുണ്ട്, അവർക്ക് ധനം കൊടുത്ത് അവരെ കൂടെ നിർത്തുന്നുണ്ട്, അവർക്ക് പുതിയ പേരുകൾ നൽകുന്നുണ്ട്, എക്സ് മുസ്ലിം എന്ന്. അവരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ആര് പറയണം, എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് കൃത്യമായി ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെയുള്ള ഇന്നും നടക്കുന്ന ആരോപണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇത് ചരിത്രത്തിൽ ആദ്യമല്ല, ഇത് തുടങ്ങി വെച്ചത് ഇന്നും ഇന്നലെയുമല്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ചരിത്രം തുടങ്ങുന്നിടത്തു തന്നെ പ്രവാചകന് എതിരെയുള്ള ആരോപണങ്ങളുടെ, പ്രവാചക നിന്ദയുടെ ചരിത്രവും തുടങ്ങുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടാകണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്. അത് നമ്മൾ പഠിക്കുകയും ആ പ്രവാചകൻ്റെ ജീവിതം എന്ത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്.
പ്രവാചക നിന്ദയുടെ ചരിത്രത്തിൻ്റെ തുടക്കമാണ് നാം സൂചിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശത്തോട് വെറുപ്പും വൈരാഗ്യവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന മക്കയിൽ 40 കൊല്ലം അവർക്കിടയിൽ ജീവിച്ച വ്യക്തിയെക്കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം എന്ന് ഈ പ്രബോധനം തുടങ്ങിയതിന് ശേഷവും സത്യസന്ധമായി അവർ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അത് അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായ മനുഷ്യനാണ്. മക്കം ഫത്തഹിന് ശേഷം റളിയല്ലാഹു അൻഹു ഹിർക്കൽ ചക്രവർത്തിയുമായി നടത്തുന്ന ഒരു സംഭാഷണം പിന്നീട് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെത്തിയതിന് ശേഷം പല രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർക്ക് ഈ സന്ദേശം കൈമാറുന്നതിന് വേണ്ടി കത്തുകൾ എഴുതി അയച്ചു. പല രാജ്യങ്ങളിലേക്കും അയച്ചു. അതിൽ ഒന്ന് റോമൻ ചക്രവർത്തിയായ ഹിർക്കലിനുള്ളതായിരുന്നു. ഹിർക്കലിൻ്റെ അടുക്കലേക്ക് ഈ കത്ത് എത്തുന്ന സമയത്ത് അയാൾ ആ കത്ത് വായിച്ചു നോക്കിയതിന് ശേഷം അന്വേഷിച്ചത് മക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും കച്ചവടക്കാർ റോമിലുണ്ടോ എന്നാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള, അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല, മക്കം ഫത്തഹിന് മുൻപാണ് ഈ സംഭവം. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കച്ചവടത്തിനായി റോമിലെത്തിയിട്ടുണ്ട് എന്നാണ്. അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. രാജസദസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ഹിർക്കൽ ചെയ്തത് നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തിയുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കുടുംബ ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹവുമായി കുടുംബ ബന്ധം ഉള്ള ആളാണ്, എങ്കിൽ താങ്കൾ മുന്നോട്ട് നിൽക്കാൻ പറഞ്ഞു. അബൂ സുഫിയാനെ ഏറ്റവും മുന്നിൽ നിർത്തി കൂടെ വന്ന ആളുകളെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിർത്തിയതിന് ശേഷമാണ് ഹിർക്കലി ചോദിക്കുന്നത്. കാരണം അബൂ സുഫിയാൻ എന്തെങ്കിലും നുണ പറയുകയാണ് എങ്കിൽ ആ നുണ അവിടെ പിടിക്കപ്പെടും. കാരണം പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ മുഖഭാവത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അബൂ സുഫിയാന് തന്ത്രങ്ങൾ മെനയാനുള്ള, അല്ലെങ്കിൽ എന്തിനാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നതിനുള്ള ആലോചിക്കാനുള്ള ഒരു സമയവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ മുന്നിൽ നിൽക്കുകയും ഹിർക്കൽ അബൂ സുഫിയാനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, കൈഫ നസബഹു ഫീക്കും, അദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞത് ഹുവ ഫീന ദൂ നസബിൻ, അദ്ദേഹം നല്ല തറവാട്ടുകാരനാണ്, നല്ല കുടുംബം ഉള്ള, നല്ല കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് അദ്ദേഹം. രണ്ടാമത് ചോദിക്കുന്നത് ഫഹൽ കാല ഹാദൽ ഖൗലു മിൻകും അഹദുൻ ഖത്തുൻ ഖബ്ല, അദ്ദേഹത്തിന് മുൻപ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇതുപോലെയുള്ള ചില വർത്തമാനങ്ങൾ, ചില വാദങ്ങൾ, ന്യായങ്ങൾ നിങ്ങൾക്കിടയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ഈ രൂപത്തിൽ ആരും ഇതിന് മുൻപ് പറഞ്ഞിട്ടില്ല. ഫഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്കിൻ, ഇനി ഈ മുഹമ്മദിൻ്റെ കുടുംബത്തിൽ മുൻപ് രാജാവായിരുന്ന ആരെങ്കിലും ഉണ്ടോ? മുൻപ് രാജാവായി പിന്നീട് ആ രാജ്യത്വം നഷ്ടപ്പെട്ടു പോയതിന് ശേഷം വന്ന, അല്ലെങ്കിൽ ആ താഴ്വരയിൽ വന്ന ആളാണോ മുഹമ്മദ് എന്നാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞില്ല, അങ്ങനെയുമില്ല. പിന്നീട് അദ്ദേഹം ചോദിച്ചത് ഫഅശ്റാഫുന്നാസി യത്തബിഊനഹു അം ളുഅഫാഉഹും, നിങ്ങളിലെ മാന്യന്മാരായ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളാണോ ഈ പ്രവാചകനെ പിന്തുടരുന്നത്, അല്ല നിങ്ങളിലെ ദരിദ്രന്മാരായ ആളുകളാണോ, ദുർബലരായ ആളുകളാണോ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞത് അധികവും പിന്തുടരുന്നത് ദരിദ്രന്മാരായ ആളുകളാണ്, സാധാരണക്കാരായ ളുഅഫാഉകളായിട്ടുള്ള ആളുകളാണ് പിന്തുടരുന്നത്. പിന്നീട് ചോദിച്ചത് അയസീദൂന അം യൻഖുസൂൻ, അവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയാണോ അതല്ല കുറവ് സംഭവിക്കുകയാണോ ചെയ്യുന്നത്? ബൽ യസീദൂൻ, അല്ല, അവരുടെ എണ്ണത്തിൽ ദിനം പ്രതി എണ്ണം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നീടുള്ള ചോദ്യം ഫഹൽ യർതദ്ദു അഹദും മിൻഹും സുഖ്തൻ
ലിദീനിഹി ബഅദ അൻ യദ്ഖുൽ, ഈ ദീനിലേക്ക് പ്രവേശിച്ചതിന് ശേഷം വെറുപ്പ് കൊണ്ട് ഈ മതം വെടിഞ്ഞ് മുർത്തദ്ദായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മതം ഉപേക്ഷിച്ച് മതം ത്യജിച്ചു പോയ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞത് ഇല്ല, അങ്ങനെ ആരുമില്ല. പിന്നീട് ചോദിച്ചത് ഫഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദ്ബി ഖബ്ല അൻ യഖൂല മാ ഖാൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും വിധത്തിലുള്ള നുണ അദ്ദേഹം പ്രചരിപ്പിച്ചതായി നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞതില്ല, ഇല്ല, അദ്ദേഹം നുണ പറഞ്ഞതായിട്ട് അറിയില്ല. കാരണം അൽ അമീൻ എന്ന് വിളിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ സുഫിയാൻ എങ്ങാനും അവിടെ വെച്ച് നുണയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പുറകെ നിൽക്കുന്ന ആരെങ്കിലും ഒരാളുടെ മുഖഭാവം മാറും. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ പറഞ്ഞത് ഇല്ല, അദ്ദേഹം കളവ് പറയുന്ന ആളല്ല. പിന്നീട് ചോദിച്ചത് ഫഹൽ യഖ്ദിർ, അദ്ദേഹം വഞ്ചന നടത്താറുണ്ടോ? അപ്പോഴും അബൂ സുഫിയാൻ്റെ മറുപടി ഇല്ല എന്നാണ്. പിന്നെയും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണ് വിജയ ശതമാനമൊക്കെ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ചില യുദ്ധങ്ങളിൽ ഞങ്ങൾ ജയിക്കും, ചിലതിൽ അവരാണ് ജയിക്കുക. എന്താണ് അദ്ദേഹം നിങ്ങളോട് പറയുന്നത്? ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്നും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്നും കുടുംബബന്ധം ചേർക്കണമെന്നും നന്മയിൽ വർത്തിക്കണമെന്നും ഒക്കെയാണ് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുന്നത്. ഇത്രയും കേട്ടതിന് ശേഷം ഹിർക്കൽ അവരോട് പറഞ്ഞത്, ഞാൻ ഓരോ ചോദ്യവും ചോദിച്ചത് അദ്ദേഹം നല്ല കുടുംബത്തിൽപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചത്, കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചത്, കുടുംബം അത്ര മോശമായ ആൾ, നാട്ടിൽ കുറച്ച് നിലയും വിലയും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞു വന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതല്ല. അവരുടെ മുൻപ് ആരെങ്കിലും ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചത്, അല്ലെങ്കിൽ അവരിൽ രാജാക്കന്മാരുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം അങ്ങനെ രാജ്യത്വം നഷ്ടപ്പെട്ടു പോയതിന് ശേഷം അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരം വാദങ്ങളുമായി വന്ന ആളാണോ ഇത് എന്നാണ്. ദുർബലരാണോ പിന്തുടരുന്നത് എന്ന് ചോദിക്കാനുള്ള കാരണം പ്രവാചകന്മാരുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെയാണ്, ദുർബലന്മാരാണ് അവരെ ആദ്യം പിൻപറ്റുക എന്ന് ഹിർക്കൽ അവരോട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ചോദിച്ചത് അദ്ദേഹം നുണ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇല്ല എന്നാണ്. മനുഷ്യരുടെ കാര്യത്തിൽ നുണ പറയാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ നുണ പറയുക എന്ന് ഇത്രയും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഹിർക്കൽ അവരോട് പറഞ്ഞ ഒരു വർത്തമാനം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിലുണ്ടല്ലോ, സയംലിക്കു മൗലി അക്കാദമി ഹാത്തൈനി, ദാ ഇപ്പോൾ ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് പോലും അവൻ പിടിച്ചടക്കും. ഇവിടെ വരെ അതിൻ്റെ പ്രബോധനമെത്തും, ഇവിടം പിടിച്ചടക്കപ്പെടും എന്ന് ഹിർക്കൽ അവരോട് പറഞ്ഞു. വഖദ് കുൻതു അഅലമു അന്നഹു ഖാരിജ് ലം അകുൻ അളുന്നു അന്നഹു മിൻകും, അദ്ദേഹം നിങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വഖദ് കുൻതു അഅലമു അന്നഹു ഖാരിജുൻ ലം അകുൻ അളുന്നുഹു അന്നഹു മിൻകും വലൗ കുൻതു ഇൻദഹു ലഗസൽതു അൻ ഖദമിഹി, ഞാനെങ്ങാനും അദ്ദേഹം വരുന്ന സമയത്ത്, അദ്ദേഹം അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത്, എനിക്കറിയാം ഇങ്ങനെ ഒരാൾ വരാനുണ്ട് എന്നതിനെക്കുറിച്ച് എനിക്കറിയാം. കാരണം ഹിർക്കൽ നസ്രാണിയായ മനുഷ്യനാണ്, വേദത്തെക്കുറിച്ച് ധാരണയുള്ള ആളാണ് ഹിർക്കൽ. എനിക്കറിയാം ഇങ്ങനെ ഒരാൾ വരാനുണ്ട് എന്ന്, പക്ഷേ അയാൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കും പുറപ്പെട്ടു വരിക എന്ന് ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരും എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചക ശൃംഖല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അങ്ങനെ വഴിതിരിഞ്ഞു വരുന്ന ആ സംഭവം. അപ്പോൾ അതിൽ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽപ്പെട്ട ആളുകളിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ ആ ഇസ്മായിൽ നബിയുടെ കൂട്ടത്തിൽ നിന്നാകും എന്ന് ഞാൻ വിചാരിച്ചതുമില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, വലൗ കുൻതു ഇൻദഹു ലഗസൽതു അൻ ഖദമിഹി, ഞാനെങ്ങാനും അദ്ദേഹം ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല് ഞാൻ കഴുകും എന്നാണ്. ഇത് റോമിലെ ചക്രവർത്തി പറയുന്ന വർത്തമാനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കൃത്യമായി മതത്തെക്കുറിച്ച് ബോധമുള്ള ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ പ്രവാചകൻ കൊണ്ടുവന്നതിനെയോ നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനും അപ്പുറത്ത് അബൂ സുഫിയാൻ എന്ന് പറയുന്ന പ്രവാചകനോട്
വൈരാഗ്യമുള്ള, അല്ലെങ്കിൽ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തോട് വൈരാഗ്യമുള്ള അബൂ സുഫിയാൻ പോലും സത്യസന്ധമായി പ്രവാചകനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് സൂചിപ്പിക്കാനുള്ള കാരണം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരാണ് നമ്മൾ, പ്രതിനിധികളാണ് നമ്മൾ. നമ്മുടെ സമൂഹത്തിൽ നമ്മളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഹമ്മദ്മാർ. നമ്മളെക്കുറിച്ചാണ് നമ്മുടെ ശത്രു പറയേണ്ട. അബൂ സുഫിയാനെ പോലെ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞ ഒരു ശത്രു ഒന്നും പറയണ്ട. നമ്മുടെ ഏറ്റവും അടുത്ത ആൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളെക്കുറിച്ച് എങ്ങനെയുണ്ട് ഷഹീർ എന്നുള്ളതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ എന്നെക്കുറിച്ച് എൻ്റെ സഹപ്രവർത്തകരോ എന്നെ അടുത്തറിയുന്ന ആളുകളോ എന്തായിരിക്കും അഭിപ്രായം പറയുക, നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും പറയുക? നമ്മൾ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത് ആലോചിക്കാൻ. നമ്മൾ ഈ ആദർശം കൊണ്ട് നടക്കുന്ന, ഇത് വിശ്വസിക്കുന്ന ആളുകളാണ്, ഇത് പ്രബോധനം ചെയ്യുന്ന ആളുകളാണ്, ആ പ്രവാചകൻ്റെ ഖലീഫമാരിൽപ്പെട്ട ആളുകളാണ്, ഇത് ഏറ്റെടുത്ത ആളുകളുമാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ അത്ര പോരാ എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടുന്നത്. ആ പ്രവാചകൻ്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എങ്ങനെ സമൂഹത്തിൽ ഇടപെടണമെന്ന്, പ്രവാചകൻ കൈകാര്യം ചെയ്യാത്ത, ഇടപെടാത്ത ഒരു മേഖലയും സമൂഹത്തിലില്ല. ആ ഓരോ മേഖലകളിലും പ്രവാചകൻ്റെ സമീപനം എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. അത് ഇൻഷാ അല്ലാഹ് നമ്മളത് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയും ചികിത്സയിൽ കഴിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന UP അബ്ദുറഹ്മാൻ മൗലവിയെ പോലെയുള്ള ആളുകൾ, ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാം രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിലെ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിപ്പോകുന്നത് നമ്മൾ ഓരോരുത്തരും അതിനോട് സഹകരിക്കുന്നതിനനുസരിച്ചാണ്. അതുകൊണ്ട് കഴിയുന്നതിൽ പോലെ എല്ലാ ആളുകളും അതിനോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാഥൻ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും സ്വതക്കകളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, പിതാക്കന്മാർ, മാതാക്കന്മാർ, അവരുടെ എല്ലാം ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അവരുടെ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വ അജിർ